പല പല വീഡിയോസിലൂടെയും പല പല നമ്മളുടെ വെബ്സൈറ്റിലൂടെയും എന്ത് ചെയ്തിട്ടുണ്ട്, 26 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ഈ 2026 നീറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്തത് എന്നുള്ളൊരു കാര്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് എനിക്കറിയാം കുറേ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. പക്ഷേ 26 ലക്ഷം കുട്ടികൾ എക്സാം എഴുതുകയാണെങ്കിൽ എന്നെ കൊണ്ടൊക്കെ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ, ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ത് ചെയ്യോ, ഇൻക്രീസ് ആവുമോ കട്ട് ഓഫ്, അതായത് കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ അല്ലേ 26 ലക്ഷം എന്ന് പറയുന്നത് എന്നുള്ള പല പല കൺസേൺസ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ 26 ലക്ഷം എന്ന് പറയുന്നത് NTA ഒഫീഷ്യലി റിലീസ് ചെയ്ത ഒരു നമ്പർ അല്ല. എടുത്തു പറയട്ടെ, NTA ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല 26 ലാക്ക് പ്ലസ് ആണ് എന്നുള്ളത് ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എപ്പോഴും റിസൾട്ട്സിന്റെ കൂടെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യൽ നമ്പേഴ്സ് അറിയില്ല. ബട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഏകദേശം 26 ലാക്ക് പല പല അൺഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം വെച്ച് നമ്മൾ എസംഷൻ എന്ന് പറയുന്നത് ഏകദേശം 26 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ ഈ ഒരു എക്സാം, അതായത് നമ്മളുടെ നീറ്റ് 2026 എഴുതുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇത്രയും പേര് ശരിക്കും എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തന്നെ, അതായത് 26 ലക്ഷത്തിന് മുകളിൽ കുട്ടികൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി എൻ്റെ കുട്ടികൾ, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വെറീഡ് ആകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ, അതായത് 26 ലക്ഷം എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു നമ്പർ ആണോ, അല്ലെങ്കിൽ നമ്മൾ എത്ര മെഡിക്കൽ സീറ്റുകളാണ് നമുക്ക് ഇപ്രാവശ്യമുള്ളത്, 2026 എക്സാം എഴുതി കടന്നു പോകുന്ന ഒരു കുട്ടിക്ക് എത്ര മെഡിക്കൽ സീറ്റുകളാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്, അതായത് മെഡിക്കൽ സീറ്റിന്റെ എണ്ണവും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടുന്നുണ്ടോ, കോമ്പറ്റീഷൻ അനുസരിച്ച് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എനിക്ക് ഇതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് പുറകിലോട്ട് പോകണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ട്രെൻഡ് ഒന്ന് അനാലിസിസ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട് അല്ലെ. ഒന്ന് നോക്കി നോക്കൂ, 2019 എടുക്കുകയാണെങ്കിൽ ഏകദേശം 15 ലക്ഷം കുട്ടികളാണ് അന്ന് എക്സാം എഴുതിയിരുന്നത്. 2020 ആണെങ്കിൽ ഏകദേശം 16 ലക്ഷത്തോളം കുട്ടികൾ. 2021 എഗൈൻ ഏകദേശം സെയിം ആയിരുന്നു, കുറച്ച് നമ്പറിന്റെ ഇൻക്രീസ് വന്നതേ ഉള്ളൂ, 16 ലാക്ക് പ്ലസ് തന്നെയാണ്. ഇനി 2022 എടുക്കുന്ന സമയത്ത് ഏകദേശം 3 ലക്ഷത്തിൽ കുട്ടികൾ, അതായത് 2 ലക്ഷത്തോളം കുട്ടികൾ എനിക്ക് പറയാം ഇവിടെ ഇൻക്രീസ് വന്നിട്ടുണ്ട് 2021 നിന്ന് 2022 എത്തിയ സമയത്ത്. ഇനി അടുത്തത് നോക്കുക, 2022 നിന്ന് 2023 വീണ്ടും എന്താണ് ഏകദേശം ഒരു 2.5 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അടുത്തത് നോക്കുക, 2023 നിന്ന് 2024 ആയപ്പോഴും ഏകദേശം എന്താണ് 4 ലക്ഷത്തോളം കുട്ടികളാണ് ഇൻക്രീസ് ആയത്. അത് 24 ലക്ഷം കുട്ടികളാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. 24 ലാക്ക് പ്ലസ് സ്റ്റുഡൻസ് ആണ് 2024 എക്സാം എഴുതിയിരുന്നത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ അന്ന് പ്രെഡിക്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു 2025 എന്തായാലും എന്താണ് 24 ലക്ഷത്തിന് മുകളിലായിരിക്കും ആവാം നമ്മളുടെ രജിസ്ട്രേഷൻ എന്ന് നമ്മൾ അന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മളുടെ എല്ലാം പ്രവചനം തെറ്റിച്ചിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, 2025 നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. 2 ലക്ഷം കുട്ടികൾ, അതായത് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷത്തോളം കുട്ടികളിൽ കുറവ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. 24 ലക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഏകദേശം 22.5, അതായത് 22.5 മുകളിൽ, ഓക്കെ, അതിന്റെ മുകളിലായിട്ടാണ് കുട്ടികൾ അന്ന് രജിസ്റ്റർ ചെയ്തത്. ഇനി ഇവിടെയാണ് ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് കണ്ടിട്ടുള്ളത്, ഒരു ഡ്രോപ്പ് കാണാനായിട്ട് പറ്റിയത്. അതായത് 2025 ഫസ്റ്റ് ടൈം നമ്മൾ ഡ്രോപ്പ് കണ്ടത്. അപ്പം ഈ ഒരു ട്രെൻഡ് പ്രകാരം നമ്മൾ എന്ത് വിചാരിച്ചു, 2026 ആകുമ്പോൾ കുട്ടികൾ കുറയും എന്നുള്ളൊരു ധാരണയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെല്ലാം കടത്തിവെട്ടി ഇപ്പോഴത്തെ ഒരു നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു വാല്യൂ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം എന്താണ് 26 ലാക്ക് പ്ലസ് സ്റ്റുഡൻസ് ആണ്, 26 ലാക്ക് പ്ലസ് സ്റ്റുഡൻസ് ആണ് ഈ പ്രാവശ്യത്തെ എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ കറണ്ട് ആയിട്ട്. ഇനി ഇത് നിങ്ങളെ എഫക്റ്റ് ചെയ്യൂ എന്നുള്ള കാര്യമാണല്ലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുക. കോമ്പറ്റീഷൻ കൂടിയോ എന്നുള്ളതായിരിക്കില്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ഡൗട്ട്, നിങ്ങളെ കൺസേൺ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന എത്ര കുട്ടികൾ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അതിലൊരാളാണ് നിങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 2026 26 ലക്ഷം ആണെങ്കിൽ
നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കി നോക്കുക നമ്മുടെ മെഡിക്കൽ സീറ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ നോക്കുക 2020 എന്ന് പറയുന്നൊരു വർഷം എടുക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് 83,417 മെഡിക്കൽ സീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി 2021 എന്ത് ചെയ്തിട്ടുണ്ട്? മെഡിക്കൽ സീറ്റ് അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. 2022 നിങ്ങൾക്ക് കാണാം മെഡിക്കൽ സീറ്റ്സ് കൂടിയിട്ടുണ്ട്. ഇനി 2023 എന്താണ്? ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ എന്താണ് മെഡിക്കൽ സീറ്റുകൾ വന്നു. ഇനി അടുത്ത് നോക്കുക 2024 വീണ്ടും കൂടി, 2025 വീണ്ടും കൂടി. ഓക്കെ, അടുത്ത് നോക്കുക 2026 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അതായത് ഒരുപാട് പുതിയ അപ്രൂവൽസ്, ഒരുപാട് പുതിയ മെഡിക്കൽ കോളേജസ് അപ്രൂവൽസിനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വൺസ് ദാറ്റ് ഇസ് അപ്രൂവ്ഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂ ഓഫ് മെഡിക്കൽ സീറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 1,40,000 പ്ലസ് ആണ്. അപ്പം ഇത്രയും മെഡിക്കൽ സീറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഈ കോമ്പറ്റീഷൻ കൂടും തോറും നമ്മളുടെ മെഡിക്കൽ സീറ്റിന്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടുന്നുണ്ട്. അപ്പം ആക്ച്വലി ഓരോ ഇയറിലും കോമ്പറ്റീഷൻ കൂടി എന്ന് പറയാൻ പറ്റില്ല. കോമ്പറ്റീഷൻ ഇസ് ദ സെയിം. കാരണം എന്താണ്? മെഡിക്കൽ സീറ്റ് അതിനനുസരിച്ച് കൂടുന്നുണ്ട്. നിങ്ങൾ വറീഡ് ആവേണ്ടത് 26 ലക്ഷം കുട്ടികൾ എഴുതുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ടല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ സീറ്റുകളും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ വിഷമിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കുറെ പേര്, എനിക്കറിയാം, ഈ 26 ലക്ഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 30 to 40% കുട്ടികൾ മാത്രമേ ഒരു നല്ല രീതിയിൽ ഒരു എന്താ പറയുക ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 to 40% കുട്ടികൾ മാത്രമേ അത് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിൽ തന്നെ ഒരു 10 to 12% മാത്രമേ റിവൈസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിലും ഒരു 5% കുട്ടികൾ മാത്രമേ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത്, അതായത് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം ഈ 26 lakh എന്ന് പറയുന്ന വാല്യൂ ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രോബ്ലം. അതായത് അത് ഒരിക്കലും നമ്മളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഒരു കോമ്പറ്റീഷൻ ആയിട്ട് നിങ്ങൾ അതിനെ കാണുക വേണ്ട. കാരണം എന്താണ്? ഇത്രയും കുട്ടികൾ ഉണ്ടെങ്കിലും അതിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ചിലപ്പോൾ അതിലൊരാൾ നിങ്ങളായിരിക്കാം. അപ്പം ഈ 90% അല്ലെങ്കിൽ 80% പോട്ടെ 70% പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് 20 days എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആണ്. അപ്പം ഈ ഒരു ഡേയിൽ, അതായത് ഈ ഒരു ഡേയ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ഇനി ഒരു 70% നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒരു 60% നിൽക്കുന്ന കുട്ടിയാണെങ്കിലും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങൾ ഒരു 95+ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഇതാ ഇങ്ങനെ, അതായത് ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ഫോക്കസ് എല്ലാം കൊടുത്തുകൊണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ, അല്ലെ? നമ്മളുടെ PWയുടെ ആപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആവേശം നീറ്റ് റിവിഷൻ എന്ന് പറയുന്ന മലയാളത്തിലെ ക്ലാസ് എടുത്തുകൊണ്ടുള്ള നീറ്റിന്റെ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ റിക്വയർമെന്റും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ നീറ്റ് ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്കാനറിൽ സ്കാൻ ചെയ്താൽ മതി. നമ്മളുടെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ആപ്പ് ത്രൂ ആണ് എല്ലാ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. ആപ്പിലുള്ള ഈ ഫ്രീ ബാച്ച്, അതും കൂടെ ഞാൻ എടുത്തു പറയട്ടെ, ആവേശം നീറ്റ് 2026 എന്ന് പറയുന്നത് PW നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീ ബാച്ച് ആണ്. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനായിട്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ, അതായത് മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ചാണ്. ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഉള്ള ഒരു ബാച്ചാണ് ആവേശം നീറ്റ് 2026. എൻ്റെ കുട്ടികൾ അതിൽ എൻറോൾ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണ്? നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും. ഫ്രീ ആണ് എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കോൺസെപ്റ്റുകളും എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം നിങ്ങളുടെ ഫോക്കസ്. അതായത് ഇനിയുള്ള 20 ദിവസം എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റ് ആക്കാൻ ഇല്ല. അത് മനസ്സിലാക്കുക. ഈ 20 ദിവസത്തിൽ നമ്മൾ എന്താണ്, നമ്മൾ കണ്ടിട്ടില്ലേ ഈ കുതിരയൊക്കെ എന്താ പറയുക, ഈ മത്സരത്തിന് പോകുന്ന സമയത്ത് കുതിര ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബ്ലൈൻഡ്സ് ഇടാറുണ്ട്. കണ്ണിൽ എന്താണ് ബ്ലൈൻഡ്സ് ഇടാറുണ്ട്. അതായത് ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ബ്ലൈൻഡ്സ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യാറ്? കുതിര മൂവ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ കുതിരനെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അതുപോലെ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് ഇട്ടുകൊണ്ട് വേണം നമ്മളുടെ ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാ സഹായത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദിസ് ഈസ് മീ ആരതി സൈനിങ് ഓഫ്. ഒരിക്കലും ടെൻഷൻ അടിക്കാതെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.